എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയ ചെറുകഥയിലേക്ക് സ്വാഗതം. കഥയുടെ പേര് നിത്യശാന്തി. തുടങ്ങട്ടെ. മുഖത്തേക്ക് തെറിച്ച മഴത്തുള്ളികൾ വിൻഡോ സീറ്റിൽ ചെറുമയക്കത്തിലായിരുന്ന ശാരികയെ ഉണർത്തി. വണ്ടി സിറ്റി വിടുവോളം മഴയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചെറുതായി ചാറുന്നുണ്ട്. വിൻഡോ ഗ്ലാസ് ഡോർ വലിച്ചടച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടാവോ? ഫോണിൽ വല്ല അപ്ഡേറ്റും ഉണ്ടോ? ഒന്നും കാണുന്നില്ല. പിന്നെ ട്രെയിനിൽ റേഞ്ചിൻ്റെ നല്ല പ്രശ്നവുമുണ്ട്. സ്വസ്ഥത തീരെ ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നല്ല തലവേദനയുണ്ട്. ഉച്ച കഴിയും തൃശ്ശൂരെത്തുവാൻ. ശാരിക ബാഗിൽ നിന്ന് വിക്സ് എടുത്ത് നെറ്റിയിൽ പുരട്ടി. കുറച്ചു നേരം കണ്ണടച്ചിരുന്നു നോക്കാം, അല്പം ഉറങ്ങാറായെങ്കിൽ. പക്ഷേ അച്ഛൻ്റെ അവസ്ഥ അലട്ടുന്നു. 2 ദിവസങ്ങളായി ICUവിലായിരുന്നു. ഇന്ന് രാവിലെയാണത്രേ റൂമിലേക്ക് മാറ്റിയത്. പക്ഷേ ഒട്ടും ആശ്വാസകരമല്ല ആരോഗ്യസ്ഥിതി. നാട്ടിൽ തറവാട്ടിലാണ് അച്ഛനും അമ്മയും. താൻ ഒറ്റ ഒരു മകളാണ്. അച്ഛന് കൃഷിയായിരുന്നു തൊഴിൽ, അമ്മയാകട്ടെ വീട്ടമ്മയും. അതിനാൽ തന്നെ പൂർണ്ണമായും ഗ്രാമീണാന്തരീക്ഷത്തിലാണ് വളർന്നത്. കന്നുകൂട്ടും കളപറയ്ക്കലും വിതയ്ക്കലും കൊയ്യലും പണിക്കാരും നിത്യജീവിതത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന ഒരു കർഷക കുടുംബത്തിൽ. ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛൻ തന്നെ പഠിപ്പിക്കുവാൻ. കൃഷിപ്പണികളിൽ നിന്നുള്ള വരുമാനം അത്ര മെച്ചമുള്ളതൊന്നുമായിരുന്നില്ല. സാമ്പത്തിക ഞെരുക്കം കണ്ടും കേട്ടും അനുഭവിച്ചുമുള്ള ഒരു പഠനകാലം. പിന്നെ പലപ്പോഴും ഉണ്ടാകുമായിരുന്ന അച്ഛനമ്മമാർക്കിടയിലെ അപസ്വരങ്ങൾ. എങ്ങനെയെങ്കിലും നന്നായി പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലിയിൽ കയറിപ്പറ്റണമെന്നുള്ള മോഹം ഇക്കാരണങ്ങളാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉള്ളിൽ പൊട്ടിമുളച്ചിരുന്നു. പഠിക്കുവാൻ മിടുക്കിയായിരുന്ന തനിക്ക് നല്ലൊരു ഉദ്യോഗത്തിൽ കയറുമെന്നുള്ള ഉത്തമ വിശ്വാസം എന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമായിരുന്നില്ല പ്രശ്നം. അച്ഛനമ്മമാരുടെ ഈഗോയും വഴക്കും അതെന്നും തന്നെ അലട്ടിയിരുന്നു. ഇരുവരുടെയും വാശി, പ്രത്യേകിച്ച് അമ്മയുടെ, ആരെയും കൂട്ടാക്കാത്ത പ്രാകൃതം. മിക്കവാറും ക്ഷമിച്ച് നിശബ്ദനാകുക അവസാനം അച്ഛനായിരിക്കും. അമ്മയാകട്ടെ ഒരു തരി പോലും വിട്ടുകൊടുക്കുകയുമില്ല. മുടന്തൻ ന്യായങ്ങളും അവതരിപ്പിച്ച് വാദിച്ചുകൊണ്ടേയിരിക്കും. വണ്ടി ഒരു ചെറിയ കുലുക്കത്തോടെ ഏതോ സ്റ്റേഷനിൽ നിന്നു. സ്റ്റേഷൻ ഏതാണെന്നറിയുവാൻ മഴത്തുള്ളികൾ ചിത്രപ്പണികൾ നടത്തുന്ന ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കി. മഴ കാരണം ഒരു പുകമറ പോലെ അവ്യക്തം. ഉറുമ്പുകളെ പോലെ കുറേ യാത്രക്കാർ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയി. അതിലേറെ പേർ കയറുന്നുമുണ്ട്. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴാണ് സമാധാനത്തോടെ ഒന്ന് ഇരിക്കുവാനാകുക? മരണശേഷമായിരിക്കും, അല്ലാതെന്ത്. പക്ഷേ ആത്മാവ് നിത്യശാന്തി ലഭിക്കാതെ അലിയുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. വല്ലാത്തൊരു വിചിത്ര ജന്മം തന്നെ നമ്മുടെ. വണ്ടി വീണ്ടും നീങ്ങി തുടങ്ങി. എല്ലായിടത്തും മഴയാണല്ലോ. കർക്കിടക മാസമല്ലേ, പെയ്യേണ്ട കാലമാണല്ലോ. നന്നായി വിശക്കുന്നുണ്ട്. ഈ നേരം വരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. ട്രെയിനിൽ കച്ചവടക്കാർ എന്തൊക്കെയോ ഓടി നടന്ന് വിൽക്കുന്നുണ്ട്. പക്ഷേ പണ്ടേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നും വാങ്ങിക്കഴിക്കാറില്ല. എന്തോ ഒരു തൃപ്തിക്കുറവ്. മൊബൈൽ ഫോൺ അടിക്കുന്നു. അല്പം ആശങ്കയോടെ നോക്കി. അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയ ശേഷം വെപ്രാളമാണ് ഫോൺ ബെൽ കേട്ടാൽ. മോളെ എവിടെ എത്തി? അമ്മാമയാണ്. അമ്മാമേ, സേലം അടുക്കുന്നു എന്ന് തോന്നുന്നു. എന്തേ? ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല മാമേ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ വിളിക്കാട്ടോ, വിവരം അറിയിക്കാം. മോളേതായാലും വേഗം വാ. അമ്മാമ്മ കോൾ കട്ട് ചെയ്തു. ശാരികയ്ക്ക് എന്തോ അരുതാത്തത് സംഭവിക്കുവാൻ പോകുന്ന പോലെ തോന്നി. ആകെ ഒരു വെപ്രാളം. ബോട്ടിൽ തുറന്ന് അല്പം വെള്ളം കുടിച്ചു. ഈ ലോകത്ത് അച്ഛനാണ് തനിക്കെല്ലാം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ. ഉള്ളിൽ സങ്കടം മണപൊട്ടി. ടവലെടുത്ത് കണ്ണു തുടച്ചു. ഈശ്വര, അച്ഛനെ കാത്തുകൊള്ളണേ. പ്രാർത്ഥനയോടെ കണ്ണടച്ചിരുന്നു. അച്ഛൻ ഒരു കർക്കശ സ്വഭാവക്കാരനാണ്. ശുദ്ധ ഹൃദയമുള്ളയാളുമാണ്. പക്ഷേ കാണുന്നവർക്ക് പലപ്പോഴും വെറുപ്പോ മടുപ്പോ ഉണ്ടാക്കുന്ന പ്രാകൃതം. സ്നേഹം പ്രകടിപ്പിക്കുവാനോ ശാന്തസ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരുവാനോ അറിയില്ല. ചുരുക്കം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. അമ്മയാകട്ടെ മറ്റൊരാൾ, അതാര് തന്നെയാകട്ടെ, പറഞ്ഞതനുസരിച്ചാൽ അഭിമാനക്ഷതമുണ്ടാകുമെന്ന് ധരിച്ചു വച്ചയാളും. പിന്നെ പറയേണ്ടതില്ലല്ലോ പൂരം. 1ഉം 2ഉം പറഞ്ഞ് വാക്തർക്കം, വഴക്ക് എന്നും പതിവായിരുന്നു. എന്നാലും ഒടുവിൽ അച്ഛൻ സംയമനം പാലിക്കും.
നിശബ്ദനാകും. താൻ അച്ഛനോട് പറയും, സാരല്ലേ അച്ഛാ, അമ്മയല്ലേ, അമ്മയുടെ നാച്ചർ അതാണ്, അതാ എന്നൊക്കെ. കാരണം അമ്മ ന്യായം പറഞ്ഞ് തർക്കിച്ചുകൊണ്ടേയിരിക്കും. പറയുന്നതിലധികവും യുക്തിക്ക് നിരക്കാത്തതുമായിരിക്കും. ചിലപ്പോഴൊക്കെ താൻ അറിയാതെ ചിരിച്ചു പോകും. അതോടെ അമ്മയുടെ കോപം ഇരട്ടിക്കും. അമ്മയോട് എന്താവശ്യപ്പെട്ടാലും ഒരു മറുപടി ഉണ്ടാകും. അമ്മയ്ക്ക് ഗുണമുണ്ടാകുന്ന കാര്യമായാലും. എന്താണ് ചെയ്യാത്തത്, അതല്ലെങ്കിൽ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കുമാകാമല്ലോ എന്നോ അതിങ്ങനെയൊക്കെ പറ്റൂ എന്നോ ആയിരിക്കും പ്രതികരിക്കുക. അതായത് ഏത് ചോദ്യത്തിനെയും മറുചോദ്യം കൊണ്ട് നേരിടുന്ന ഒരു രീതി. അമ്മ വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് അഥവാ പറഞ്ഞാൽ അതെത്ര ജിനുവൈൻ ആയാലും ശരി, അപ്പോൾ തന്നെ അമ്മ അച്ഛൻ വീട്ടുകാരുടെ എന്തെങ്കിലും കുറവ് എടുത്തിട്ട് തർക്കിക്കും. മടുത്തു മോളെ, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയും. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ താൻ പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ അത്തരം ഉദ്യമങ്ങൾ അമ്മയുടെ ദേഷ്യം തൻ്റെ നേർക്കായി മാറ്റി എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടായില്ല. ഒരു സംഭവം ഓർമ്മ വരുന്നു. ഒരിക്കൽ അച്ഛൻ സിറ്റിയിലുള്ള ഒരു ഡോക്ടറെ കാണുവാൻ സുഹൃത്ത് കൃഷ്ണൻകുട്ടി മാമയെ കൂട്ടിപ്പോയി. താൻ ജോലി കിട്ടി നാട് വിട്ടതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അച്ഛൻ അപ്പോയിൻമെൻ്റ് എടുത്താണ് ചെന്നതെങ്കിലും മറ്റേതോ എമർജൻസി കേസ് വന്നതുകൊണ്ട് കൺസൾട്ടേഷൻ വൈകിട്ടേക്കാക്കി എന്ന് ആശുപത്രി അധികൃതർ അവരറിയിച്ചു. തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും സിറ്റിയിലേക്ക് പോകുന്ന കാര്യത്തിൽ വലിയ അർത്ഥമില്ലാത്തതിനാൽ ഇരുവരും സിറ്റിയിൽ തന്നെ തുടരുവാൻ തീരുമാനിച്ചു. സമയം കളയുവാനായി ഒരു സിനിമയ്ക്കും പോയി. വൈകിട്ടോടെ ഡോക്ടറെ കണ്ട് മടങ്ങിയെത്തി. തുടങ്ങിയല്ലോ അമ്മ, നിങ്ങൾക്ക് കൂട്ടുകാരെ കിട്ടിയപ്പോൾ സിനിമയും കറക്കും ഒക്കെ ആയി അല്ലേ? എത്ര കാലമായി ഞാനൊരു സിനിമ കണ്ടിട്ട്, എന്നെ കൂടി കൊണ്ടുപോയി കാണിക്കുക, എന്താ വല്ല കുഴപ്പമുണ്ടാവുമോ? അതെങ്ങനെ, കുടുംബസ്നേഹമില്ലല്ലോ. എൻ്റെ ശാരദേ, അതൊക്കെ സംഭവിച്ചു പോയതല്ലേ, പ്ലാൻ ചെയ്ത് പോയതല്ലല്ലോ. വൈകുന്നേരം വരെ അവിടെ, പിന്നെ എന്ത് ചെയ്യാനാ? മാത്രമല്ല ഞാൻ പോകുന്നിടത്തേക്കൊക്കെ വരണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ. പിന്നീട് അറിഞ്ഞു അച്ഛനോടുള്ള വാശിക്ക് അമ്മ തൊട്ട വീട്ടിലെ ലീലച്ചേച്ചിയെയും കൂട്ടി സിറ്റിയിൽ പോയി അതേ തിയേറ്ററിൽ അതേ സിനിമ ആ ആഴ്ചയിൽ തന്നെ കണ്ടുവന്നു എന്ന്. എന്താ പറയുക, അതും അച്ഛനോട് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കാതെ. അച്ഛൻ ഈ വിവരം പിന്നീട് വിളിച്ചു പറഞ്ഞപ്പോൾ താൻ അമ്മയെ വിളിച്ച് അന്വേഷിച്ചു. എന്തിനാ അമ്മ ഈ വാശി? അച്ഛനൊരു സിനിമ കണ്ടതിനാണോ? അതേ, നീ അങ്ങനെയൊക്കെ തന്നെ പറയൂ. എന്നോടൊരു വാക്ക് പറയാതെ പോയി പടം കണ്ടു വന്നിരിക്കണു. അതൊക്കെ ആവാല്ലേ, ഞാൻ പോയതാണ് തെറ്റ്. നിയമം എനിക്ക് മാത്രമാണോ? ഷുഗറിന് ഗുളിക കഴിക്കുന്ന നിന്റെ അച്ഛൻ എവിടെയോ പോയപ്പോൾ ആൾക്കാർക്കിടയിൽ വെച്ചിട്ട് എന്നോട് പറയാ, നീ ഷുഗർ കുറച്ചോ എന്ന്, പായസം കുടിക്കണ്ടെന്ന്. ആദ്യം സ്വയം നിയന്ത്രിക്കുക വേണ്ടത് എന്ന് ഞാനും അപ്പം തന്നെ മറുപടി കൊടുത്തു. അല്ലാണ്ടെന്താ, വലിയ കാര്യമായി പോയി അമ്മേ. അല്ല എൻ്റെ അമ്മേ, അച്ഛൻ നല്ലതല്ലേ ഓർമ്മിപ്പിച്ചത്, സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ. ഇനി അച്ഛന് ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനോട് ശ്രദ്ധിക്കണമെന്നല്ലേ അമ്മ തിരിച്ചു പറയേണ്ടത്, അല്ലാതെ വാശി പിടിക്കുകയാണോ വേണ്ടത്? നീ ഇങ്ങനെയൊക്കെ തന്നെ പറയൂ. അച്ഛൻ്റെ കുട്ടിയാണല്ലോ എന്നും നീയേ. ആദ്യം നിൻ്റെ അച്ഛനോട് സ്വന്തം കാര്യം നോക്കാൻ പറ. ഒരു മധുര പലഹാരം, പായസം ഒന്നും ഒഴിവാക്കില്ല. എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുക. അവസാനം താൻ പത്തി മടക്കി. വണ്ടി സേലത്തെത്തി. തൊട്ടടുത്തിരുന്ന ആൾ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. അല്പം പ്രായമുള്ള ഒരാൾ അവിടെ വന്നിരുന്നു. ഇവിടെ മഴയില്ല, മറിച്ച് ചെറിയ ഉഷ്ണമാണ്. ശാരിക വിൻഡോ തുറന്നു. ചെറുതായി കുളിർമയുള്ള കാറ്റ് ഇരച്ചു കയറി. മൊബൈൽ ഫോൺ എടുത്തു നോക്കി. അച്ഛൻ്റെ വല്ല അപ്ഡേറ്റുമുണ്ടോ? കാളൊന്നുമില്ല. കുറേയേറെ ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ വാട്സപ്പിൽ. അമ്മാമ്മയുടെ മോൻ നീരജിൻ്റെ ഒരു വോയിസ് നോട്ടുണ്ട്, കേട്ടു നോക്കാം. ശാരിക അതിൽ തൊട്ടതോടെ നീരജിൻ്റെ വാക്കുകൾ കേട്ടു തുടങ്ങി. ചേച്ചി, ട്രെയിനിലാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. മാമ അങ്ങനെ തന്നെയുണ്ട്. കുറച്ചു മുമ്പ് വീണ്ടും ഐസിയുലേക്ക് മാറ്റി. ചെറുതായി ശ്വാസമുട്ടുള്ള പോലെ, അതാണ് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ 24 മണിക്കൂർ ഒബ്സർവേഷനിലാണത്രേ. ടെൻഷനാവണ്ട കേട്ടോ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ സ്റ്റേഷനിൽ വണ്ടിയുമായിട്ടുണ്ടാവും. ഈശ്വര, ശാരിക അറിയാതെ നെഞ്ചിൽ കൈവച്ച് പിടിച്ചു. ഉള്ളുപുടയുന്ന സങ്കടം എല്ലാം കൈവിട്ടു പോവുകയാണോ? എക്സ്ക്യൂസ് മീ, ആർ യു ഓക്കെ? തൊട്ടടുത്ത് ഇരുന്ന ആൾ ചോദിച്ചു. എന്താ? ശാരിക സ്വബോധം വീണ്ടെടുത്തു. യു ആർ കംഫർട്ടബിൾ റൈറ്റ്? ഓ യാ, ഐ ആം ഓക്കെ. പരിഭ്രമം മറച്ചു വെച്ച് പുഞ്ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി നൽകി.
ഓക്കെ ഓക്കെ, ഐ ആം ക്യാപ്റ്റൻ അർമുകൻ, റിട്ടയേർഡ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ സർ, ഐ ആം ശാരിക. യു ആർ എ മലയാളി റൈറ്റ്? ഐ ആം ഫ്രം കോയമ്പത്തൂർ. പക്ഷേ കുറച്ചൊക്കെ മലയാളം അറിയാം. ഡിഗ്രിയും പി ജിയും ഒക്കെ പാലക്കാടാണ് ചെയ്തത്. ഓ ഐ സി, നല്ല കാര്യം. അല്ല, ശാരികയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താണ്? അയാൾ ചോദിച്ചു. ഒന്നുമില്ല. ശാരികയ്ക്ക് പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ പറയാട്ടോ, നോ വറീസ്. യു ആർ ലൈക്ക് മൈ ഡോട്ടർ. ശാരികയുടെ പ്രായത്തിൽ 2 പെൺകുട്ടികളുണ്ട് എനിക്ക്. അതുകൊണ്ടൊന്നുമല്ല സർ. അല്പം മടിച്ച് ശാരിക ഉത്തരം നൽകി. എൻ്റെ അച്ഛൻ ICUവിലാണ്, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്, അതൊരു ടെൻഷൻ. ഓഹ്, സോറി ടു ഹിയർ. മൈ പ്രേയേഴ്സ് പെട്ടെന്ന് ഭേദമാകട്ടെ. അച്ഛൻ്റെ അടുത്ത് മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഇല്ലേ? ടെൻഷൻ അടിക്കട്ട. കുറേ പേരൊന്നും ഇല്ല സർ. അമ്മയുണ്ട്, പിന്നെ അമ്മമ്മയുടെ ഫാമിലിയും. ഓഹ്, ഒറ്റ മോളാണല്ലേ? അയാൾ ഏതോ ചിന്തയിൽ മുഴുകി. അല്പസമയത്തിന് ശേഷം തുടർന്നു. മോളെ, അച്ഛന് സുഖമില്ല, ICUവിലാണെന്നറിഞ്ഞപ്പോൾ ഇതുപോലെ വേവലാതിയോടെ പ്രാർത്ഥനകളോടെ ഓടിച്ചെല്ലുവാൻ ഇതുപോലൊരു മകളുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, ഉജ്ജന്മ സുഹൃതം. എനിക്കിതുപോലൊരവസ്ഥയുണ്ടായാൽ... അയാൾ നിർത്തി. പിന്നെ ചിന്തയിലാണ്ടു. ആ മുഖത്തിരുണ്ടുകൂടിയ ദുഃഖം ശാരിക ശ്രദ്ധിച്ചു. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറിൻ്റെ കുടുംബമൊക്കെയുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഇനി എന്തു പറയും? ശാരിക കുഴങ്ങി. മോൾക്ക് ബോറടിക്കില്ലെങ്കിൽ ഞാൻ എൻ്റെ കഥ ചുരുക്കി പറയാട്ടോ. ഇല്ല, പറയൂ. അതായത് വലിയ പേര് കേട്ട ഒരു വസ്ത്ര വ്യാപാര കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പാരമ്പര്യമായി വൻകിട വസ്ത്ര വ്യാപാരികളുടെ തലമുറയിൽ. എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനെ തുടങ്ങി വെച്ച ചെറിയ തോതിലുണ്ടായിരുന്ന വസ്ത്ര വ്യാപാര ബിസിനസ് പതുക്കെ പുരോഗമിച്ചു, കൂടുതൽ പടർന്നു പന്തലിച്ചു. ഞാൻ ജനിച്ചപ്പോഴേക്കും കോയമ്പത്തൂരിലെ പേരുകേട്ട വസ്ത്ര വ്യാപാര ഗ്രൂപ്പിൻ്റെ മുതലാളിമാരായി മാറിയിരുന്നു കുടുംബം. അതിനാൽ തന്നെ ധനത്തിൻ്റെയും ആഡംബരങ്ങളുടെയും ഇടയിലാണ് വളർന്നതും പഠനം പൂർത്തിയാക്കിയതും. പിന്നീട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി. സമ്പത്തിൻ്റെയും അത്യാഡംബരങ്ങളുടെയും ധൂർത്തിൻ്റെയും അതിപ്രസരത്തിൽ വളർന്നതിനാൽ ആകണം ആരെയും ബഹുമാനിക്കുവാനോ അനുസരിക്കുവാനോ പഠിച്ചില്ല. മറ്റുള്ളവരുടെ മനസ്സറിയുവാനോ അവരുടെ വികാരങ്ങളെ ഗൗനിക്കുവാനോ മാനിക്കുവാനോ ശ്രമിച്ചില്ല. മകൻ്റെ അഹങ്കാരവും കുത്തഴിഞ്ഞ ജീവിത ശൈലിയും അച്ഛനമ്മമാരെ ചെറുതായി അലട്ടിയെങ്കിലും അവരൊരിക്കലും ശാസിച്ചില്ല. ശരിയല്ല എന്ന് പറഞ്ഞില്ല. ചിലർ അവരെ ഉപദേശിച്ചു. അറുമുഖൻ്റെ കല്യാണം നടത്ത്, സ്വഭാവം നേരെ കൊള്ളും. എൻ്റെ സ്വഭാവ ഗുണം പ്രസിദ്ധമായതിനാൽ ആവണം പെണ്ണിനെ കെട്ടിച്ചു തരുവാൻ ഒരു മാതാപിതാക്കളും തയ്യാറായില്ല. അയാൾ ഉറക്കെ ചിരിച്ചു. ശാരികയും. ചിലർ തയ്യാറായി മുന്നോട്ട് വന്നു. ഞങ്ങളുടെ ആസ്തി കണ്ടിട്ടാവണം. അവരുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ അച്ഛൻ അതെല്ലാം തിരസ്കരിച്ചു. ചുരുക്കം, ഒരു ക്രോണിക് ബാച്ചലറായ ഹീറോ ആയി ഞാൻ തുടർന്നു. അയാൾ വീണ്ടും ചിരിച്ചു. നമുക്കൊരു ചായ കുടിച്ചാലോ? അയാൾ ചോദിച്ചു. ചായക്കെറ്റിലും താങ്ങി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു കച്ചവടക്കാരൻ. വേണ്ട സർ, താങ്ക് യു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും ഒന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറില്ല, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കിടയിൽ. സാറ് കുടിച്ചോളൂ. എനിക്ക് നിർബന്ധമില്ല. കച്ചവടക്കാരൻ നിരാശയോടെ അടുത്ത സീറ്റിലേക്ക് നീങ്ങി. ആ ഇടയ്ക്കാണ് അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അയാളുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ആലോചനയുമായി വന്നത്. സാമ്പത്തികമായി ഒട്ടും മെച്ചമല്ലാത്ത അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും തൻ്റെ പണമാണെന്നാണ് ധരിച്ചു വച്ചത്. വേറെ പെണ്ണ് കിട്ടുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് തോന്നിയതിനാൽ മീനാക്ഷിയുമായുള്ള വിവാഹം അച്ഛനമ്മമാർ നടത്തുകയായിരുന്നു. സാമ്പത്തികമായി മാത്രമല്ല, സൗന്ദര്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും വളരെ പുറകെയാണ് മീനാക്ഷി എന്ന തോന്നലുള്ളതിനാൽ ഒട്ടും തന്നെ പ്രതീക്ഷകളൊന്നുമില്ലാതെ തന്നെയാണ് അവളെ വരിച്ചത്. പിന്നീടുള്ള ജീവിതയാത്രയിലും അർഹിക്കുന്ന ഒരു പരിഗണനയും അവൾക്ക് നൽകിയില്ല. അവളുടെ വാക്കുകൾക്ക്, മോഹങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിച്ചില്ല. ഒരു തരത്തിലുള്ള വെറുപ്പായിരുന്നു തനിക്ക് അവളോട്. തന്നെ സ്നേഹിക്കുവാൻ, തിരുത്തുവാൻ അവൾ അടുക്കുമ്പോഴെല്ലാം താൻ അവളെ ആട്ടിയകറ്റി, പുച്ഛത്തോടെ അവഗണിച്ചു. അവളുടെ സങ്കടങ്ങളെ ചെവികൊണ്ടില്ല. അവളുടെ കണ്ണുനീർത്തുള്ളികളെ കണ്ടതായി നടിച്ചില്ല. എല്ലാം സഹിച്ചവൾ കൂടെ കഴിഞ്ഞുകൂടി. വെറുപ്പും വിരോധവും വളരെ വർദ്ധിച്ചു. പക്ഷേ തങ്ങൾക്കിതിനിടയ്ക്ക് 2 പെൺകുട്ടികൾ പിറന്നതോടെ
അത് കൂടുതലായി. ജയയുടെയും രാധയുടെയും അമ്മ എന്ന പരിഗണന പോലും കൊടുത്തില്ല. പിന്നീടെപ്പോഴോ സൈകെട്ടിട്ടാവണം മീനാക്ഷി പ്രതികരിച്ചു തുടങ്ങി. കുടുംബകലഹം പതിവായി. മിക്കവാറും അവളായിരിക്കും ക്ഷമിക്കുക, മൗനം പാലിക്കുക. തങ്ങൾക്കൊത്തവളായില്ല മരുമകൾ എന്ന സമീപനമായിരുന്നു അച്ഛനമ്മമാരുടെ. അവരും യുദ്ധം പ്രഖ്യാപിച്ചതോടെ ഒരു ദിവസം മീനാക്ഷി ഇറങ്ങി വീട്ടിൽ നിന്നു. കൂടെ കുട്ടികളും. ആരും അവളെ തടുത്തതുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് താൻ ആഹ്ലാദിച്ചു. ജീവിതം വീണ്ടും വർണ്ണശബളമായി എന്ന് സന്തോഷിച്ചു. പക്ഷേ കാലം കടന്നുപോയി. പലരും പലതും തൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഉതിർന്നുപോയി. വിധി കാത്തുവെച്ച ശിക്ഷ ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അച്ഛനമ്മമാർ മരിച്ചു. അവസാനം ഒറ്റയ്ക്കായി. പണക്കൊഴുപ്പുള്ളപ്പോൾ കൂടെ ആഘോഷിക്കാൻ കൂട്ടുകൂടിയിരുന്ന സുഹൃത്തുക്കൾ അകന്നു. ബന്ധുക്കൾ മിണ്ടാതെയായി. ഇപ്പോൾ കുറേ കാലമായി കോയമ്പത്തൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരൊറ്റമുറി വീട്ടിൽ തനിയെ ജീവിത സായാഹ്നം കഴിച്ചുകൂട്ടുന്നു. പുട്ടവർത്തി ആശ്രമവും വീടുമായി ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അയാൾ പറഞ്ഞു നിർത്തി. ഒരു ദീർഘനിശ്വാസം എടുത്തു. വാട്ടർ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിച്ചു. അദ്ദേഹത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ശാരിക കുഴങ്ങി. ബോറടിച്ചു അല്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല സർ. മോളെ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ അത് തിരിച്ചറിയൂ. പക്ഷേ അപ്പോഴേക്കും എല്ലാം ഒഴുകിപ്പോയിരിക്കും. സാറിന് മക്കളെയും അവരുടെ അമ്മയെയും കോണ്ടാക്ട് ചെയ്താൽ എന്താ? അവർ ഇപ്പോൾ ചെന്നൈയിൽ എവിടെയോ സുഖമായി സമാധാനത്തോടെ കഴിയുന്നു എന്നാണ് അറിഞ്ഞത്. ഇനി അവരെ വേദനിപ്പിക്കുവാൻ ഞാൻ പോണോ? വേണ്ട. അത്രയ്ക്ക് മടുത്തിട്ടാണ് അവൾ കുട്ടികളുമായി ഇറങ്ങിപ്പോയത്. ദുരഭിമാനം ഇനിയും വേണോ സർ? ദുരഭിമാനമല്ല മോളെ, കുറ്റബോധം. അവളെ കുട്ടികളെ ഫേസ് ചെയ്യുവാനുള്ള മനക്കരുത്തൊട്ടുമില്ല. മോളെ, ഏതായാലും അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ് അമിതമായ വേവലാതിയോടെ ഓടി അദ്ദേഹത്തിൻ്റെ അരികിലെത്തുവാനുള്ള മോഹത്തോടെ യാത്ര ചെയ്യുന്ന മോളിൻ്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു സ്നേഹവും പരിഗണനയും ഞാൻ ഒട്ടും അറിയിക്കുന്നില്ല. ഒന്നും പറയാതെ ശാരികയിരുന്നു. ഇനി എന്താ പറയേണ്ടത് അറിയില്ല. അല്പസമയത്തിന് ശേഷം അയാൾ എഴുന്നേറ്റു. മോളെ, എനിക്ക് ഇറങ്ങാറായി. കോയമ്പത്തൂരായി. ഇനി നമ്മൾ കാണുവാൻ ഒരു സാധ്യതയുമില്ല. മറക്കില്ല ഞാൻ മോളെ, കേട്ടോ? നന്നായി വരട്ടെ. അയാൾ പതുക്കെ എഴുന്നേറ്റു. സൈഡ് ബാഗുമെടുത്ത് വാതിലിലേക്ക് നടന്നു. അല്പ ഹൃദയഭാരത്തോടെ ശാരിക അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. തൃശ്ശൂർ എത്താറായപ്പോഴേക്കും മൊബൈൽ ഫോണിൽ കോളെത്തി. നീരജാണ്. ചേച്ചി, ഞാൻ പുറത്തുണ്ട്, പാർക്കിങ്ങിനടുത്ത്. കാറിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് കരുതിയത്. അല്ലല്ലോ, വീട്ടിലേക്കുള്ള വഴിയിലാണല്ലോ. നീരജിനെ ചെറുതായി തോണ്ടി ശാരിക പറഞ്ഞു. നീരജ്, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം. അച്ഛനൊന്ന് കണ്ടിട്ട് പോകാം വീട്ടിലേക്ക്. വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ചേച്ചി. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീരജ് പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. അതെന്താണോ അമ്മാമ്മ ഈ പ്ലാൻ ഇട്ടത്? ദൂരയാത്ര കഴിഞ്ഞ് വരുന്നതല്ലേ, ഫ്രഷായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും. ഇന്ന് വണ്ടിയിൽ ആ സാറിനെ കണ്ടതും അദ്ദേഹം വിവരിച്ച അദ്ദേഹത്തിൻ്റെ കഥയും അമ്മയെ വിശദമായി പറഞ്ഞു കേൾപ്പിക്കണം. അച്ഛനെ ഇനിയെങ്കിലും നന്നായി സ്നേഹിക്കുവാൻ ഒരുപക്ഷെ അമ്മയ്ക്ക് മനസ്സുണ്ടായാലോ? വീടിനടുത്തെത്തിയപ്പോഴേ ശ്രദ്ധിച്ചു. കുറച്ചാളുകൾ ഗേറ്റിനടുത്തും മുറ്റത്തുമായി കൂടി നിൽക്കുന്നു. നീരജ്, എന്താ വീട്ടിൽ ഇത്രയും ആൾക്കൂട്ടം? ശാരിക വെപ്രാളത്തോട് ചോദിച്ചു. ഒന്നും തിരിച്ചു പറയാതെ നീരജ് കാർ നിർത്തി. ശാരിക കാറിൽ നിന്നും വേഗം ഇറങ്ങി ആളുകളെ പകച്ചു നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കയറി. വല്ലാത്തൊരു വെപ്രാളത്തോടെ പൂമുഖത്ത് കൂടി നിൽക്കുന്നവരെ പകഞ്ഞു മാറ്റി. നിലത്ത് വെള്ള പുതച്ച് കിടത്തിയിരിക്കുന്ന അച്ഛനെ ഒന്നേ നോക്കിയുള്ളൂ. പൊട്ടിക്കരയുന്ന അമ്മയും നിലവിളക്കിലെ സ്വർണ്ണനാളവും ദൃഷ്ടിയിൽ മങ്ങി മങ്ങിപ്പോയി. തെക്കേ തൊടിയിൽ തീനാളങ്ങൾ അച്ഛനെ പഞ്ചഭൂതങ്ങളെ ഏൽപ്പിക്കുവാനായി ഏറ്റുവാങ്ങി. ബന്ധുക്കളും നാട്ടുകാരും ഓരോരുത്തരായി പിരിഞ്ഞുപോയി. വീട്ടിൽ അവശേഷിക്കുന്നത് ഇനി അമ്മയും അമ്മാമ്മയും അമ്മായും നീരജും താനും മാത്രം. അങ്ങനെ അച്ഛൻ എന്നെ തനിച്ചാക്കി പോയിരിക്കുന്നു. അപ്പുറത്തെ മുറിയിൽ നിന്നും അമ്മയുടെ വിതുമ്പലും പദം പറച്ചിലും കേൾക്കുന്നുണ്ട്. അമ്മായിയുടെ ആശ്വാസവാക്കുകളും. എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ദുഃഖഭാരത്താൽ കണ്ണുനീർ ഒഴുകുമ്പോഴും അമ്മയുടെ വാക്കുകൾ കേട്ട ശാരികയുടെ ഉള്ളിൽ അറിയാതെ ചെറുതായി ചിരി പൊട്ടി. എന്നെല്ലാം അച്ഛൻ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ?
അപ്പോഴെല്ലാം അമ്മ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ എന്നോട് ആലോചിച്ചില്ല? എപ്പോഴെല്ലാം അച്ഛൻ അമ്മയെ ഉപദേശിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അമ്മ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താണ് ഇത് പാലിക്കാത്തത്? നിങ്ങളുടെ ആ ആൾ അല്ലെങ്കിൽ ഈ ആൾ ഇതൊക്കെ പാലിക്കാറുണ്ടോ? ആദ്യം നിങ്ങൾ പാലിച്ച് കാണിക്കേ, എന്നിട്ടാകെ എന്നെ ഉപദേശിക്കൽ. എപ്പോഴൊക്കെ കുറ്റപ്പെടുത്തുവാൻ അവസരം ലഭിച്ചുവോ അപ്പോഴെല്ലാം അമ്മ ആ അവസരങ്ങളെല്ലാം സമർത്ഥമായി ഉപയോഗിച്ചു. ഇപ്പോൾ അച്ഛൻ എല്ലാ കടപ്പാടുകളിൽ നിന്നും മുക്തനായി. ആർക്കും കുറ്റപ്പെടുത്തുവാൻ കിട്ടാത്തയിടത്തേക്ക് യാത്രയായി. അപ്പോഴും അമ്മ അച്ഛനെ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ല എന്ന് തോന്നുന്നു. എന്തേ ഒറ്റയ്ക്ക് പോയത്? എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് കരഞ്ഞു ചോദിക്കുന്നു. ഇല്ലേ, ഞാനില്ലേ. തെക്കേ തൊടിയിലെ കനലുകൾക്കിടയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ പോലെ ശാരികയ്ക്ക് ഒന്നുറപ്പായി, പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിത്യശാന്തി അത് മരണശേഷം മാത്രം. കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.